ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ വെബ് ചെക്ക് ഇൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിത് എയർ ഇന്ത്യയുടെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ഫ്ലൈറ്റ് ജേർണിയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ സെൽഫായിട്ട് തന്നെ വെബ് ചെക്ക് ഇൻ മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് എയർ ഇന്ത്യ വെബ് ചെക്ക് ഇൻ ചെയ്യുക എന്നത് നമുക്ക് വളരെ ക്വിക്കായിട്ട് കാണാം. എയർ ഇന്ത്യ വെബ് ചെക്ക് ഇൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ എയർ ഇന്ത്യയുടെ ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. ആദ്യം വരുന്ന വിൻഡോയിൽ ആഡ് ട്രിപ്പ് അല്ലെങ്കിൽ ചെക്ക് ഇൻ എന്ന് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമ്മളിവിടെ ബുക്കിംഗ് റെഫറൻസ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ PNR ആണിത്. അപ്പോൾ നമ്മളിവിടെ PNR എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് നെയിം ഏതാണോ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ആഡ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബുക്കിംഗ് ഇതേപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ട്രിപ്പ് എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ താഴെ ചെക്ക് ഇൻ എന്നുണ്ട്, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ചെക്ക് ഇൻ വിൻഡോയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ 2 ട്രാവലേഴ്സ് ഉണ്ട്. അപ്പോൾ 2 ട്രാവലേഴ്സിൻ്റെ പേരും അതേപോലെ ഈ ടിക്കറ്റ് നമ്പറും ഇവിടെ കാണാം. അതിൽ നമ്മൾ ഇവിടെ താഴെ ഓക്കെ പ്രസ് ചെയ്യുക. പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ PNR ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ PNR ഇവിടെ നമ്മൾ തെറ്റിക്കാതെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് നെയിം ഏതാണോ ലാസ്റ്റ് നെയിം കൊടുക്കുക. പിന്നെ നമുക്ക് താഴെ ഒരു ക്യാപ്ച കാണാനായിട്ട് പറ്റും. ആ ഒരു ക്യാപ്ചയും നമ്മൾ തെറ്റിക്കാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ താഴെ സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് നമ്മുടെ മൊത്തം PNR ഡീറ്റെയിൽസും പേരും ഫ്ലൈറ്റ് നമ്പറും ഡേറ്റ് ഓഫ് ട്രാവൽ എല്ലാം വരും. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ വെബ്സൈറ്റ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെക്ടർ ചോദിക്കും. ഈ മുകളിൽ കാണുന്ന സെക്ടർ എന്നുള്ള ഈ കോളത്തിൽ നമ്മുടെ 2 എയർപോർട്ടിൻ്റെയും ഷോർട്ട് നെയിമാണ് സെക്ടറായിട്ട് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ആപ്പ് വഴി ചെയ്തുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ഓട്ടോമാറ്റിക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ സെക്ടർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ നിന്നും കാലിക്കറ്റിലേക്കാണ് വരുന്നതെങ്കിൽ കൊച്ചി എയർപോർട്ടിൻ്റെ കോഡ് എന്ന് പറയുന്നത് അയാട്ട കോഡ് COK ആണ്. ആദ്യം COK എന്ന് കൊടുക്കുക. അതിനുശേഷം സ്പേസ് ഒന്നും ഇല്ലാതെ കോഴിക്കോട് എയർപോർട്ടിൻ്റെ അയാട്ട കോഡ് CCJ എന്നുള്ളതാണ്. അപ്പോൾ COK CCJ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ എയർപോർട്ട് കോഡ് നൽകേണ്ടത്. പിന്നെ അടുത്ത കോളത്തിൽ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 എന്നുള്ളത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് മെയിൽ ID ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മെയിൽ ID ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മെയിൽ ID കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ മൊബൈൽ നമ്പറാണ്, മൊബൈൽ നമ്പർ കൊടുക്കുക. അടുത്ത വിൻഡോയിൽ അവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഡെസ്റ്റിനേഷൻ സിറ്റി ഏതാണോ ആ സിറ്റിയുടെ പേര് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റേറ്റിൻ്റെ പേര് കൊടുക്കുക. പിന്നെ പിൻകോഡ്. ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു കോളങ്ങളിൽ കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ തെറ്റിക്കാതെ കൊടുക്കുക. അപ്പോൾ സബ്മിറ്റഡ് ബൈ എന്ന് കാണാം. അതിൽ നമ്മൾ സെൽഫ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്, നമ്മൾ തനിയെ ചെയ്യുന്നത് കൊണ്ട്. പിന്നെ നമ്മുടെ ഹെൽത്ത് ഡിക്ലറേഷനാണിത്. അപ്പോൾ ഇത് നമ്മൾ യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച തെറ്റിക്കാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അത് സബ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഇതേപോലെയുള്ള കുറച്ച് മെസ്സേജ് ബോക്സുകൾ കാണാം. അത് നമ്മൾ പ്രൊസീഡ് ചെയ്യാം. ഇനി നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷനാണ്. ഇമെയിൽ അഡ്രസ്സ്, പിന്നെ കൺട്രി കോഡ്, മൊബൈൽ നമ്പർ അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആവശ്യമായിട്ടുള്ള ഇമെയിൽ IDയും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പാസഞ്ചർ എന്നുള്ള ഐക്കണിൽ പോയിട്ട് അവിടെയും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽസ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം കൺഫേം ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് നെക്സ്റ്റ് വിൻഡോയിൽ സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിവിടെ സീറ്റ് കാണാനായിട്ട് പറ്റും. എയർ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സീറ്റും നമുക്ക് ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ സീറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 പേർക്കും സീറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും സീറ്റുകളെല്ലാം ഫ്രീ ആണ് കേട്ടോ. പലപ്പോഴും നമുക്ക് പ്രൈവറ്റ് എയർലൈനുകളിലേതൊക്കെ നമുക്ക് പൈസ പേ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. പക്ഷേ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഏത് സീറ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ 2 പേർക്കുള്ള സീറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം കൺഫേം എന്നുള്ളത് പ്രസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വെബ് ചെക്ക് ഇൻ ഓൾമോസ്റ്റ് ഫിനിഷായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസ്. 2 പേർക്കും നമ്മൾ പിന്നെ വെബ് ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ എല്ലാ പ്രൊസീജിയറും ചെയ്തു കഴിഞ്ഞു. എയർ ഇന്ത്യ വെബ് ചെക്കിങ്ങിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക.
ഓൾസോ യു ക്യാൻ കോൺടാക്ട് മീ ഫോർ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ബുക്കിംഗ് എവറിത്തിങ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.